ഹായ് ഡിയേഴ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഫസൽ സാറാണ്. വെൽക്കം ടു ഏഗൺ ലേണിംഗ്. ഞാനിവിടെ പറഞ്ഞു വരുന്ന സംഭവം ഇത്രേ ഉള്ളൂ. നമ്മുടെ കോണ്ടൂർ ലൈൻസ് വെച്ചിട്ട് ഷേപ്പ് ഓഫ് ദ ടെറൈൻ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എവിടെയാ? നമ്മുടെ 4th ചാപ്റ്ററിൽ ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്പ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിലുണ്ട്. അപ്പോൾ അത് എക്സാമിന് വരുമോ? നമ്മളത് പ്രതീക്ഷിക്കണം. കാരണം ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷൻ നമ്മുടെ പ്രഡിക്ഷനൊക്കെ അപ്പുറത്തേക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അതും കൂടെ നോക്കിയിട്ട് പോയാൽ മതിയില്ല. അതും കൂടെ നോക്കുന്നത് വളരെ നന്നായിരിക്കും. സോ നമുക്ക് നോക്കാം. ധരാതിലെ ഭൂപടങ്ങളിൽ നിന്ന് കോണ്ടൂർ രേഖകൾ പേപ്പറിൽ പകർത്തി സ്ഥലങ്ങളുടെ ആകൃതി കണ്ടെത്തുന്ന രീതി. അതായത് നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അല്ലെങ്കിൽ ചോദ്യ പേപ്പറിൽ എവിടെയാണോ കോണ്ടൂർ ലൈൻസ് ഉള്ളത് അതിന് നമ്മുടെ പേപ്പറിലേക്ക് പകർത്തി വരയ്ക്കുക, നോക്കി വരയ്ക്കുക, അല്ലെങ്കിൽ ട്രേസ് ചെയ്ത് വരയ്ക്കുക, സ്കെച്ച് എടുക്കുക എന്ന് പറയും. അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ സ്ഥലത്തിൻ്റെ ആകൃതി കണ്ടെത്തണം. അപ്പോൾ ഞാൻ ഇവിടെ തന്നിരിക്കുന്ന കോണ്ടൂർ ലൈൻസിനെ ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി ഏറ്റവും ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞു മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സെൻറ്ററിലൂടെ മിഡിലൂടെ ഒരു ലൈൻ ഇടുക എന്നുള്ളതാണ്. എ മുതൽ ബി വരെ ഇതാ സെൻറ്റർ മിഡിലൂടെ. താഴെ ഇടരുത്, തെറ്റാണ്. മുകളിലിടരുത്, തെറ്റാണ്. ഇങ്ങനെയൊന്നും ഇടരുത്. സെൻറ്റർ മിഡിലിൽ പിടിക്കണം, മിഡിലൂടെ ഇടണം. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റാണ് മക്കൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ട്രേസ് ഔട്ടിങ് ആണ് കേട്ടോ, പകർത്തി വരയ്ക്കുന്ന രീതിയാണ്. ഇവിടെ നിങ്ങൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് 2 y ആക്സിസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. 2 y ആക്സിസ്. ഓക്കെ, 2 സൈഡിൽ 2 y ആക്സിസ് ഉണ്ടാക്കി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എൻ്റെ മക്കൾ നല്ലപോലെ ഇങ്ങോട്ട് നോക്കണം, നല്ലപോലെ നോക്കണം. എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഏറ്റവും വലുതും ചെറുതുമായുള്ള കോണ്ടൂർ വാല്യൂസ് അങ്ങ് എടുക്കുകയാണ്. ഏറ്റവും ചെറിയ വാല്യൂ 100 ആണ് കോണ്ടൂർ വാല്യൂ ഉള്ളത്. ഏറ്റവും വലുത് 600 ആണ്, 600 ആണ്. അപ്പോൾ 100, 200, 300, 400, 500, 600. അപ്പോൾ 6 വാല്യൂസ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, 6 എണ്ണം. അതിനനുസരിച്ച് 6 വാല്യൂ മാർക്ക് ചെയ്യാനുള്ള സ്പോട്ട് ഞാൻ എവിടെ മാർക്ക് ചെയ്യുന്നു? നമ്മുടെ y ആക്സിസിൽ മാർക്ക് ചെയ്യുന്നു. ഒരേ അളവിൽ ഒരേ ലെവലിൽ മാർക്ക് ചെയ്യണം, സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യണം. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് മാർക്ക് ചെയ്തത് 1, 2, 3, 4, 5, 6. 6 മാർക്ക് ചെയ്തു കേട്ടോ. 1, 2, 1 ഇവിടെ ഉണ്ടല്ലേ, 2, 3, 4, 5, 6 ഇപ്പുറത്തും മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? 6 മാർക്ക് ചെയ്തു. അതായത് ഇവിടെ 6 വാല്യൂസ് ഉണ്ട്, 6 മാർക്ക് ചെയ്തു. അപ്പോൾ സാർ ഇവിടെ 100 എഴുതിയാൽ ശരിയല്ല, തെറ്റാണ്. താഴെ നിന്ന് മേലേക്ക് എന്നുള്ള ഓർഡറിൽ എഴുതണം. ഇവിടെയും താഴെ നിന്ന് മേലക്കാണല്ലോ, ഇവിടെ നിന്നും താഴെ നിന്ന് മേലക്കാണല്ലോ, അതേ ഓർഡറിൽ അങ്ങ് എഴുതിക്കോ. എങ്ങനെ വന്നാലും താഴെ നിന്ന് മേലക്കാണ് എഴുതേണ്ടത്. എഴുതിക്കോ. 100, 200, 300, 400, 400, 500, 600. ഇപ്പുറത്തും അതുപോലെ 100, 200, 300, 400, 500, 600. ജസ്റ്റ് എന്ത് ചെയ്ത് അതും കൂടെ അങ്ങ് മാർക്ക് ചെയ്തു. ഓക്കെ, എൻ്റെ കുഞ്ഞുമക്കൾ ശ്രദ്ധിക്കുക. ഇനി വേണമെങ്കിൽ മാത്രം ഇവ തമ്മിലൊന്ന് യോജിപ്പിക്കാം. വേണമെങ്കിൽ മാത്രം, നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചിട്ട് നല്ലതാണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 100ൻ്റെ നമ്മുടെ ലൈൻസ് 2 തവണ ഇവിടെയും കൂട്ടിമുട്ടുന്നുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം വരച്ച ഒരു ആക്സിസ് ഉണ്ട്, സെൻട്രലിലൂടെ പോകുന്ന ആക്സിസ്. ആ ആക്സിസിൽ 100ൻ്റെ നമ്മുടെ കോണ്ടൂർ ലൈൻസ് 2 തവണ മുട്ടുന്നുണ്ട്. അത് രണ്ടും നമ്മുടെ 100ലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. 100ലേക്ക് എത്തിക്കുക. ഇതിനെപ്പറ്റി ഞാൻ 100ലേക്ക് എത്തിക്കുന്നുണ്ട്. കുഞ്ഞുമക്കളും ശ്രദ്ധിച്ച്. അയ്യോ, 100ലേക്ക് എത്തിച്ചു. ഇപ്പുറത്തല്ലേ ഞാൻ 100ലേക്ക് എത്തിച്ചു. ഞാൻ 100ലേക്ക് എത്തിച്ചു. അപ്പോൾ സാർ 200 എവിടെ എത്തിക്കണം? 200ലേക്ക് എത്തിക്കണം. 200ലേക്ക് എത്തിക്കണം. ഇപ്പുറത്തുള്ള 200ലേക്ക് എത്തിക്കണം. 200ലേക്ക് എത്തിച്ചു ഞാൻ. ഓക്കെ, 300 ഞാൻ 300ലേക്ക് എത്തിച്ചു അല്ലേ? 300 ഇപ്പുറത്തെ 300 ഞാൻ ഇപ്പുറത്തെ 300 300 ഉണ്ടല്ലോ, ആ 300ലേക്ക് എത്തിച്ചു. അപ്പോൾ അടുത്ത് 400 എത്തിക്കണം. 400 എത്തിച്ചു. അതുപോലെ ഞാൻ 400 എത്തി, ജസ്റ്റ് എത്തി. അതുപോലെ 500 എത്തിച്ചു ഞാൻ. അതുപോലെ 600 ഞാൻ എത്തിച്ചു. 600 ഇപ്പുറത്തും അതേപോലെ ഫോളോ ചെയ്യണം. എന്ത് ഫോളോ ചെയ്യണം? എൻ്റെ കുഞ്ഞുമക്കളൊന്ന് ഇങ്ങോട്ട് തന്നെ നോക്കണേ. എങ്ങനെയാണ് വരുന്നത് നോക്കണം. ഇതാ 300 വരച്ചിട്ടുണ്ട്. അടുത്തത് 400 ആണ്. 400 കണ്ടോ? 400 മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ മാർക്ക് ചെയ്യണം, അങ്ങനെ എത്തണം. ഇതാ 500 മാർക്ക് ചെയ്തു. 500 ഇവിടെയുണ്ട്. 500 ശരിയല്ലേ? ഇതല്ല 500? യെസ്, 500 ആണ് ഏകദേശം. ഓക്കെ, യെസ്. അടുത്ത 600 ഞാൻ മാർക്ക് ചെയ്തു. യെസ്, അപ്പം നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി. എന്ത് കിട്ടി? ഇത് 100 കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റാണ്. 100 ഇതെന്താണ്? 200ൻ്റെ പോയിന്റാണത്. ഓക്കെ, ഇത് 300ൻ്റെ പോയിന്റാണ്. 400, 500, 600. അതേപോലെ ഇപ്പുറത്ത് 600, 500, 400, അതുപോലെ 300, 200, 100. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചാൽ മതി.
ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഒരു ഒഴുക്കൻ രേഖ വെച്ച് ലൈൻ വെച്ച് എന്ത് ജസ്റ്റ് ഒന്ന് യോജിപ്പിക്കാം. യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഷേപ്പ് കിട്ടി. വേണമെങ്കിൽ ഒന്നുള്ളിൽ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഈ ഷേപ്പ് എന്നുള്ളത്. ഇത്രയുള്ള പരിപാടി. ഇങ്ങനെയാണ് ഈ ഷേപ്പ് കാണുന്നത്. വളരെ സിമ്പിൾ പരിപാടിയാണ്. ഒരു രണ്ട് മൂന്ന് ലൈൻ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വന്നാൽ നിങ്ങൾക്കൊരു 4 മാർക്ക് ഒത്തു. വന്നില്ലെങ്കിൽ എന്താ, ഈ കാര്യം നിങ്ങൾ പഠിച്ചു. ഞാനത് അത്ര ഉറപ്പ് പറയുന്നില്ല, എന്നാലും ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതാണ്. എന്താണ് വരിക നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇനി നമുക്ക് SSLC മോഡൽ എക്സാം ഒക്കെ വരാനുള്ളതാണല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ എനിവേ താങ്ക് യു, ബൈ, സി യു. ബാക്കി കഥകൾ ഇവിടെ കാണാം രാത്രി 6 മണിക്ക് കാണാം. മാരത്തോൺ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. താങ്ക് യു, ബൈ.